പിണറായി വിജയൻ താങ്കളുടെ പിതാവിന് തുല്യമാണെന്ന് പറയാറുണ്ട്. എപ്പോഴും പറഞ്ഞല്ലോ. ഞാൻ മാറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു മാറിയോ? അദ്ദേഹം എന്റെ പിതൃതുല്യനാണ്. അതൊന്നും ഞാനിപ്പോ നിങ്ങളായിട്ട് പങ്കുവെക്കേണ്ടതല്ലല്ലോ. അതല്ല, അതൊന്നും നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട പ്രശ്നേ ഇല്ലത്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി VS-ന്റെ PA UDF-നൊപ്പം ചേർന്നു. അയ്യോ, എനിക്കറിയേയില്ല. എനിക്ക് തീരെ അറിയില്ല. വാർത്ത കണ്ടിരിക്കുന്നു. വാർത്ത എല്ലാ ചാനലിലും വന്നില്ലേ? ചാനലിൽ വന്നു, പത്രങ്ങളിൽ വന്നു, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. എനിക്ക് യാതൊരു ബന്ധവും സുരേഷ് പറഞ്ഞത് പാർട്ടിയിലെ ചില ആളുകൾക്ക് അവർ മാത്രം മതി ഈ പാർട്ടിയിൽ. ആര് പറയുന്നത്? സുരേഷ് പറയുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിപൂർണമായും തെറ്റാണ്. പാർട്ടി എപ്പോഴും രാഷ്ട്രീയ പാർട്ടി എപ്പോഴും എന്താവണം? രാഷ്ട്രീയ പാർട്ടി സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളോടും കണ്ണും കാതും കൂർപ്പിച്ച് അതിനോട് ശരിയായ രൂപത്തിൽ പ്രതികരിക്കാനുള്ള ശേഷി രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവണം. ഒന്ന്. നമ്പർ 2, അതിന് നിലവിലുള്ളതിനേക്കാൾ ഒരടി മുമ്പോട്ട് പോകാൻ പാർട്ടിക്ക് സാധിക്കുന്ന എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ആ നിലപാടുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടത്. 3, അതിന് സഹായകമായ നിലപാട് എല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളതാണ്, ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതല്ല. ഈ 3 ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഈ 3 ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ കൂടെ ഇതിനകത്ത് പുതുതായി വന്നിരിക്കുന്ന ആളുകൾക്ക് എന്താണ് ഐഡിയോളജി. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഐഡിയോളജി ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിക്ക് ഒരു അടിസ്ഥാനപരമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാകും. ആ ഐഡിയോളജിയെ മുമ്പിൽ നിർത്തി രാഷ്ട്രീയമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ പൊളിറ്റിക്കൽ ലൈൻ വിശദീകരിക്കുക. ഈ പൊളിറ്റിക്കൽ ലൈൻ വിശദീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അടവുപരമായ നിലപാടുകളെ പറ്റി പാർട്ടിയിലുള്ള ആളുകളെ പഠിപ്പിക്കുക. സംഘടന എന്താണെന്നും സംഘടനാപരമായ കാര്യങ്ങൾ എന്താണെന്നും പറയുക. പാർട്ടിക്കകത്ത് പറയേണ്ടത് എന്ത്, പാർട്ടിക്ക് പുറത്ത് പറയേണ്ടത് എന്ത് എന്ന് ഈ വന്ന ആളുകളെ കൃത്യമായി പഠിപ്പിക്കുക. ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. സുരേഷ് പറഞ്ഞതൊന്നും ഞാൻ മറുപടി പറയുന്നില്ലപ്പാ. ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെ പറ്റി നിങ്ങൾ എന്തായി പറയുന്നത്? ഇടതുപക്ഷം അല്ലാതായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ UDF ആണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് സുരേഷ് പറഞ്ഞത്. ഏത് ഇടതുപക്ഷ നിലപാട് UDF ആണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞൂടല്ലോ. CPM-ന് ഇടതുപക്ഷ മൂല്യം നഷ്ടപ്പെട്ടു എന്നാണ് ഉദ്ദേശിച്ചത്. അയ്യോ, അറിയില്ല. എനിക്ക് അയാളോട് ചോദിക്കണ്ടേ. മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന സുരേഷുമായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരാളാണ്. മുഖ്യമന്ത്രി VS-ന്റെ PA ആയിരുന്നു അദ്ദേഹം. VS-ന്റെ PA എന്നുള്ള നിലക്കാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നൊരു കാര്യം. പിന്നെ സ്റ്റുഡൻറ് മൂവ്മെന്റിൽ ഉണ്ടായിരുന്ന കാലത്ത് പരിചയമുണ്ട്. പക്ഷേ ഈ VS-ന്റെ PA ആയിരുന്ന കാലത്തൊന്നും എനിക്ക് യാതൊരു ബന്ധവും അയാളായിട്ടില്ല. അതിന് ശേഷവും യാദൃച്ഛികമായി ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടോ ഏതോ എയർപോർട്ടിൽ വെച്ചിട്ടോ എവിടെയെന്ന് അറിയില്ല, ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ടായി. ഒരു രാഷ്ട്രീയ കാര്യവും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടിയതുപോലെ തനിക്കും കിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്.